Dear students, welcome to Study and Learn with me. സോ നമ്മൾ ഇന്നു മുതൽ +2 ബോട്ടണിയിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫോക്കസ് ഏരിയ പോർഷൻസും മാത്രമാണ് കവർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ +2 ബോട്ടണിയിലെ ചാപ്റ്റർ 11 ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. പ്രത്യേകം ഓർക്കുക, ഞാനിവിടെ ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രമാണ് കവർ ചെയ്യുന്നത്. ഒത്തിരി കുട്ടികൾ ഈ ചാപ്റ്റർ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പോർഷനാണ് ടൂൾസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ജനറ്റിക് എഞ്ചിനീയറിംഗ് അഥവാ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്ക് ചില ടൂൾസിൻ്റെ സഹായം വേണം. ഈ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എൻസൈംസ്. 10ാം ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ഉപയോഗിക്കുന്ന ടൂൾസാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, പോളിമറേസ് എൻസൈംസ്, ലിഗേസസ്, വെക്റ്റേഴ്സ് ആൻഡ് ദ ഹോസ്റ്റ് ഓർഗാനിസം. ഈ പ്രാവശ്യം ഫോക്കസ് ഏരിയയിൽ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പേപ്പർ കട്ട് ചെയ്യാൻ എന്ത് വേണം? ഒരു സിസർ അഥവാ കത്രിക വേണം അല്ലേ? അതുപോലെ പേപ്പർ പീസസുകളെ കൂട്ടിയോജിപ്പിക്കാൻ എന്ത് വേണം? ഒരു പശ അഥവാ ഗ്ലൂ വേണം അല്ലേ? അപ്പോൾ ഇവിടെ പേപ്പർ കട്ട് ചെയ്യാനും കൂട്ടിയോജിപ്പിക്കാനും ഉപയോഗിച്ച ടൂൾസ് എന്തൊക്കെയാണ്? സിസേഴ്സും ഗ്ലൂവും. ഇതുപോലെ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ ജീനുകളെ കട്ട് ചെയ്യാനും കൂട്ടിച്ചേർക്കാനും സാധിക്കുമെന്ന് നിങ്ങൾ 10ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജീനുകളെ മുറിക്കാനും കൂട്ടിയോജിപ്പിക്കാനും സഹായിക്കുന്ന ടൂൾസാണ് എൻസൈംസ്. എൻസൈംസ് ആർ യൂസ്ഡ് ടു കട്ട് ആൻഡ് ജോയിൻ ജീൻസ് ആൻഡ് ദേ ആർ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആൻഡ് ലിഗേസസ്. ജീനുകളെ മുറിക്കാനും കൂട്ടിയോജിപ്പിക്കാനും എൻസൈംസ് സഹായിക്കുന്നു. അത്തരത്തിൽ ഉപയോഗിക്കുന്ന എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻസൈംസും ലിഗേസസും. Restriction enzymes are the enzymes that cut the DNA at specific sites. Since these enzymes are used to cut the genes, they are known as genetic scissors or molecular scissors. അപ്പോൾ ജീനുകളെ മുറിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് എന്ത്? റെസ്ട്രിക്ഷൻ എൻസൈം. അതുകൊണ്ട് ജീനിനെ മുറിക്കാൻ സഹായിക്കുന്ന എൻസൈം ആയതുകൊണ്ട് അവയെ ജനറ്റിക് സിസർ അഥവാ മോളിക്യുലാർ സിസർ എന്ന് അറിയപ്പെടുന്നു. ഇതുപോലെ ജീനുകളെ കൂട്ടിയോജിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ലിഗേസ്. ദ എൻസൈം ലിഗേസ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് ആൻഡ് സിൻസ് ദേ ആർ യൂസ്ഡ് ടു ജോയിൻ ദ ജീൻസ് ദേ ആർ നോൺ ആസ് ജനറ്റിക് ഗ്ലൂ. അപ്പോൾ ജീനുകളെ കൂട്ടിയോജിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ലിഗേസ്. അതുകൊണ്ട് അതിനെ ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നു. ലെറ്റ് us now understand in detail about restriction enzymes. സോ നേരത്തെ പറഞ്ഞതുപോലെ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ ദ എൻസൈംസ് ദാറ്റ് കട്ട് ദ DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്സ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ്. അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ജീനിനെ മുറിക്കാൻ സഹായിക്കുന്ന എൻസൈമുകളാണ്. In 1963, 2 enzymes responsible for restricting the growth of bacteriophage in E. coli were isolated. One enzyme added methyl groups to the DNA, the other cut the DNA, and the one which cut the DNA was called as restriction endonuclease. അതായത് 1963 2 എൻസൈംസിനെ ഐസൊലേറ്റ് ചെയ്ത് എടുത്തു. അതിൽ ഒരു എൻസൈം DNA-യിലേക്ക് മീഥൈൽ ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്യുന്നതായിരുന്നു. മറ്റൊരു എൻസൈം DNA-നെ കട്ട് ചെയ്യുന്നതായിരുന്നു. ആ കട്ട് ചെയ്യുന്ന എൻസൈമിനെ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു.
സോ നിങ്ങളിപ്പോൾ ഒരു എൻസൈമിൻ്റെ പേര് കേട്ടു അല്ലേ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് ജീനിനെ മുറിക്കാൻ സഹായിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. സോ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ ഓഫ് ടു ടൈപ്സ്. ദേ ആർ എക്സോന്യൂക്ലിയേസസ് ആൻഡ് എൻഡോന്യൂക്ലിയേസസ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ്. അവ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് എക്സോന്യൂക്ലിയേസസും ഒന്ന് എൻഡോന്യൂക്ലിയേസസും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ന് പറയാൻ കാരണമായത്. എക്സോന്യൂക്ലിയേസസും എൻഡോന്യൂക്ലിയേസസും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അന്നേരം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമുക്ക് ആദ്യമായി കണ്ടെത്തിയ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഏതാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഈസ് HIND2. HIND2 എന്ന എൻസൈമാണ് ആദ്യമായി കണ്ടെത്തിയ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അപ്പോൾ ഇത് റെസ്ട്രിക്ഷൻ എൻസൈം ആയതുകൊണ്ട് എന്തായിരിക്കും ഇതിൻ്റെ ജോലി? To cut the DNA. So this enzyme cuts the DNA molecules by recognizing a specific sequence of 6 base pairs. സോ ഈ എൻസൈം DNA വെറുതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടല്ല കട്ട് ചെയ്യുന്നത്, അതിനൊരു റെക്കഗ്നീഷൻ സീക്വൻസ് ഉണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ എൻസൈം കട്ട് ചെയ്യുന്നത്. It cuts the DNA molecules by recognizing a specific sequence of 6 base pairs, and this is called the recognition sequence for HIND2. അടുത്തത് നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്ന് പഠിക്കാം. നെയിമിംഗ് ഓഫ് ദ റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ICOR1. ICOR1 എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ്. എങ്ങനെയാണ് ഈ എൻസൈമിന് ICOR1 എന്ന പേര് കൊടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ICOR1 ആദ്യത്തെ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജീനസിനെയാണ്. അതായത് ഇ എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ജീനസിനെയാണ്, ആൻഡ് ദാറ്റ് ഈസ് എഷ്രീഷ്യ. And CO represents coli, അതായത് the second two letter indicates the species of the prokaryotic cell from which they were isolated. അപ്പോൾ ആദ്യത്തേത് അതിൻ്റെ ജീനസ് നെയിമിനെയും അടുത്ത രണ്ട് ലെറ്റേഴ്സ് അതിൻ്റെ സ്പീഷീസ് നെയിമിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കോ എന്ന് പറയുന്നത് ഈ കൊളൈനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി 6ഉം 1ഉം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 6 എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെയിനിനെയാണ്. 6 is derived from the name of the strain, and 1 represents the Roman number, the order in which the enzymes were isolated from that strain of bacteria. സോ അങ്ങനെ ഈ ICOR1 ഈ എഷ്രീഷ്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതായത് ജീനസ് നെയിമിനെ. CO എന്ന് പറയുന്നത് കൊളൈനെ, അതായത് സ്പീഷീസ് നെയിമിനെ. R എന്ന് പറയുന്നത് സ്ട്രെയിനും 1 എന്ന് പറയുന്നത് റോമൻ നമ്പറാണ്. സോ ICOR1 കംസ് ഫ്രം ഇക്കോളൈ RY13. ഇങ്ങനെയാണ് ഒരു എൻസൈമിനെ നെയിം ചെയ്യുന്നത്. സോ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ജീനസിനെയും സെക്കൻഡ് 2 letters indicates the species of the prokaryotic cell from which they were isolated. R എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്, and 1 represents the Roman number, the order in which the enzymes were isolated from that strain of bacteria. അടുത്തത് ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു 2 ടൈപ്പാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉള്ളത്, എക്സോന്യൂക്ലിയേസസും എൻഡോന്യൂക്ലിയേസസും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാമെന്ന് പറഞ്ഞു. സോ അതാണ് ഇനി ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ എക്സോന്യൂക്ലിയേസസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. Exonucleases are restriction enzymes which remove nucleotides from the end of the DNA. DNAയുടെ അറ്റത്ത് നിന്ന് ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യുന്ന എൻസൈമാണ് എക്സോന്യൂക്ലിയേസസ്. Whereas endonucleases cut the DNA at specific positions.
അപ്പോൾ ഇവിടെ എൻഡോന്യൂക്ലിയസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്കോ R1ഉം ഹിൻഡ് 2ഉം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഹിൻഡ് 2. അന്നേരം നമ്മൾ പഠിച്ചിരുന്നു ഈ എൻസൈം ഒരു പ്രത്യേക സീക്വൻസ് റെക്കഗ്നീഷൻ സീക്വൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ആ പർട്ടിക്കുലർ പോയിന്റിലാണ് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ എൻഡോന്യൂക്ലിയസിൻ്റെ പ്രത്യേകത അതാണ്, DNA ഒരു സ്പെസിഫിക് പൊസിഷനിലാണ് കട്ട് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾസാണ് ഇക്കോ R1ഉം ഹിൻഡ് 2ഉം. Restriction endonuclease recognizes a specific palindromic nucleotide sequences in the DNA. So now let us understand what are palindromes. Palindromes are a group of letters that form the same words when read both forward and backward. അതായത് മലയാളം എന്നൊരു വാക്ക് നമുക്ക് എടുക്കാം. ഈ വാക്ക് ഫോർവേഡ് വായിച്ചാലും മലയാളം തന്നെയാണ് വായിക്കണേ, ബാക്ക്വേഡ് വായിച്ചാലും മലയാളം എന്ന് തന്നെയാണ് വായിക്കുന്നത്. അപ്പോൾ പാലിൻഡ്രോംസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡും ബാക്ക്വേഡും വായിച്ചാൽ സെയിം വേർഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ DNA-യിൽ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ട്. എന്താണ് ഈ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് നമുക്കിനി മനസ്സിലാക്കാം. Palindromic nucleotide sequences is a sequence of base pairs that read the same on the two strands in 5' to 3' direction and in 3' to 5' direction. നമുക്കറിയാം DNA-യിൽ 2 സ്ട്രാൻഡ് ഉണ്ടെന്ന്. അപ്പോൾ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ബേസ് പെയേഴ്സിൻ്റെ സീക്വൻസ് 5' to 3' ഡയറക്ഷൻ ആണെങ്കിലും 3' to 5' ഡയറക്ഷനിലാണെങ്കിലും ഇറ്റ് റീഡ്സ് ദ സെയിം. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഇക്കോ R1-ലെ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് പറഞ്ഞിരിക്കുന്നത്. അതിവിടെ ഈ ചിത്രീകരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇക്കോ R1-ലെ 5' to 3'ഉം 3' to 5'ലെയും ന്യൂക്ലിയോടൈഡ് സീക്വൻസസിൻ്റെ അറേഞ്ച്മെൻറ്റ് പാലിൻഡ്രോമിക് ആണെന്ന്. So, restriction endonucleases recognizes a specific palindromic nucleotide sequences in the DNA. Restriction enzymes cut the strand a little away from the center of the palindrome sites, but between the same two bases on the opposite strands. This leaves a single-stranded overhanging stretches at the ends. They are called the sticky ends. They form hydrogen bonds with their complementary cut counterparts. This stickiness facilitates the action of the enzyme DNA ലിഗേസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലിഗേസ് ആണ് ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം. ജീനിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ലിഗേസ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടെ ഒരു സ്റ്റിക്കി എൻഡ് വരുന്നുണ്ട്, ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചസ് വരുന്നുണ്ട്. ആൻഡ് ദേ ആർ സ്റ്റിക്കി എൻഡ്സ് ആൻഡ് ദിസ് സ്റ്റിക്കിനെസ് ഫെസിലിറ്റേറ്റ്സ് ദ ആക്ഷൻ ഓഫ് ദി എൻസൈം DNA ലിഗേസ്. സോ ഇത്രയുമാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. ബാക്കിയുള്ള പോർഷൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇത്രയും റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.